ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. എന്നിട്ട് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല കേട്ടോ. നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ 4ാമത്തെ ദിവസമാണ്, December 4 ആണ്. അപ്പം ഇന്ന് വന്ന് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം അതുപോലെ രാവിലെ എഴുന്നേറ്റ് ടൈം ടേബിൾ കണക്കിന് മക്കളുടെ ബുക്കും പുസ്തകമൊക്കെ അടുക്കി വെച്ച് അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും സ്നാക്സ് വെള്ളം എല്ലാം എടുത്ത് വെച്ച്, അതുപോലെ തന്നെ അവർക്കുള്ള ചായ ഇട്ടു. ഞാൻ എഴുന്നേൽക്കാൻ ലേറ്റായിപ്പോയി, അതേപോലെ തന്നെ അവർക്കുള്ള ചായ ഇടാൻ ലേറ്റായിപ്പോയി, കാരണം തീ കത്തിക്കാൻ വളരെയധികം താമസിച്ചു. പിന്നെ മക്കൾക്ക് വേണ്ട സാധനങ്ങൾ പറക്കി വെച്ചിട്ട് അവരെ റെഡിയാക്കാൻ വേണ്ടി അവരെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ ഞാൻ പാടുവിട്ടു. നല്ല പാടുവിട്ടു കേട്ടോ. എന്ന് വെച്ചാൽ അവർ എത്ര വിളിച്ചാലും എണീക്കില്ല. മോനാണെങ്കിൽ ഒട്ടും എണീക്കില്ല. മോളിൽ നേരത്തെ എണീറ്റെങ്കിലും അവളിരുന്ന് കരച്ചിലും പരാതി പറച്ചിലും പരിഭവങ്ങളൊക്കെ ആയിരുന്നു. അവൾക്ക് ഇന്ന് ഡിറ്റേഷൻ ഉണ്ടായിരുന്നു. ആ ഡിറ്റേഷൻ അവൾ പഠിച്ചില്ല എന്നും പറഞ്ഞായിരുന്നു. അവിടെ പരിഭവം പരാതി കരച്ചിലും വീഴ്ചിലും ഒക്കെ. പിന്നെ രാവിലെ ഇരുത്തി അതൊന്ന് ഓടിച്ചിട്ട് പഠിപ്പിച്ചു. പക്ഷേ അങ്ങനെ എല്ലാ സെറ്റ് അവരെ വിളിച്ചോണ്ടണം. പിന്നെ ഞാൻ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. സ്കൂളിൽ ഭയങ്കര മടിയാണ്. എന്താണെന്ന് ഞാൻ കിടന്ന് വിളിച്ചുകൊണ്ട് എനിക്ക് പനിയായിട്ട് 2 ആഴ്ച സ്കൂളിൽ വിടാതിരുന്നതായിരിക്കും. അവർക്ക് ഇപ്പം ഭയങ്കര മടിയാണ്. പക്ഷെ മോനെ അവർക്ക് സ്നാക്സ് നമ്മുടെ ചീറ്റോസ് ആണ്. ചീറ്റോസ് ആണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധനമാണ്. ആയ പറയുന്നത് കേട്ടോ. മോക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ ഞാൻ പറഞ്ഞില്ലേ അതേപോലെ പഠിപ്പിച്ച് എന്നിട്ട് അത് രണ്ടുപേർക്കും റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളവും നിറച്ച് കിടക്കുന്ന എല്ലാവരും എത്ര വെച്ചിട്ട് അവൻ വെള്ളം അവനിപ്പോൾ അങ്ങനെ തന്നെ കേട്ടോ. അങ്ങനെ അവരുടെ എല്ലാ സാധനങ്ങളും വെച്ചിട്ട് അവരെ ഞാൻ പിടിച്ച് കിടന്ന് മോള് നേരത്തെ എഴുന്നേറ്റ് വന്നു കേട്ടോ. മോളെ ഞാൻ വിളിച്ചപ്പോൾ എണീറ്റ് വന്നിട്ട് പതിവ് കരച്ചിലാണ്. അമ്മ ഞാൻ മറന്നു പോയമ്മ വന്ന് രാവിലെ എണീപ്പിച്ചിട്ടുണ്ട്. മോനാണെങ്കിൽ മൂടി കിടന്നു. അവനിപ്പോ ഇങ്ങനെ തന്നെ സ്ഥിരമായിട്ട് എനിക്ക് സ്കൂളിൽ പോയ സമയം എന്ന് പറയുമ്പോൾ ചാടി മക്കളെ എല്ലാം രണ്ടുപേരെയും കുത്തി പല്ലൊക്കെ തേപ്പിച്ച് റെഡിയാക്കി. നല്ല ലേറ്റ് ആയി കേട്ടോ. അത് മോളെയാണ് ഇതുപോലെ കിടന്ന് ഒരു ദിവസം വന്നപ്പം അന്ന് ഞാൻ ഇന്നും അതേപോലെ തന്നെ നല്ല ഷർട്ടാളപ്പെട്ടിട്ടാണ് രണ്ടുപേരും റെഡിയാക്കിയത്. സെറ്റാക്കി വന്നപ്പോൾ അങ്ങനെ മോനെ രാവിലെ പല്ലൊക്കെ തേപ്പിച്ച് റെഡിയാക്കി എല്ലാം ചേഞ്ച് ചെയ്തിട്ട് അവളെ വിടേണ്ട ഗതിയുണ്ട്. അപ്പോഴേക്കും എന്നിട്ട് മോളെ റെഡിയാക്കി വന്നപ്പോഴേക്കും ഏകദേശം ഒരു 7:32 കേട്ടോ. ഞാൻ ഓർത്ത് സ്കൂൾ ബസ്സിൽ നിന്ന് പോകും മിസ്സാവും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഭാഗ്യത്തിന് കിട്ടി കേട്ടോ. ഇവരുടെ അടുത്തോണ്ട് ഞാൻ ഓടി മക്കളെ കൊണ്ട് ഞാൻ സ്പീഡിൽ തന്നെ പോയി. പിന്നെ നമ്മൾ നേരത്തെ പോയ കുട്ടികളോട് നമ്മൾ പറഞ്ഞായിരുന്നു കേട്ടോ, ഇന്ന് ഞങ്ങളുണ്ട് എന്ന് ബസ്സിൽ ആയോട് പറയണമെന്ന് പറഞ്ഞു വിട്ടതുകൊണ്ട് പിന്നെ ആ ഒരു ടെൻഷൻ ഇത്തിരി കുറവുണ്ടായിരുന്നു. എങ്കിലും ഇത്തിരി ലേറ്റായ ബസ് അടുത്ത സ്റ്റോപ്പിൽ ചെന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ പോകേണ്ടി വരും. അതുകൊണ്ട് അവരെയും കൊണ്ട് ഞാൻ ഇച്ചിരി സ്പീഡിൽ തന്നെ നടന്നു പോയി. സ്കൂൾ ബസ് കിട്ടി കേട്ടോ. പിന്നെന്താണ്, ഇവരെ വിട്ടിട്ട് ഞങ്ങൾക്ക് കുറേ പ്ലാനുണ്ട്. അതാണ് മെയിനായിട്ട് ഇന്ന് ഇവരെ വിടുന്നതും. അങ്ങനെയെല്ലാം മോൾക്ക് വയ്യഴി ഇത്തിരി കുറവുണ്ട്, അതുകൊണ്ട് പിന്നെ വിടുന്നു. അതുപോലെ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇന്ന് പോകാനുണ്ടായിരുന്നു. അങ്ങനെ അവരെ ഞാൻ റബ്ബർ തോട്ടത്തിൽ കൊണ്ടുവിടുകയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഏരിയ ആയതുകൊണ്ട് വണ്ടിയൊന്നും അങ്ങനെ വലിയ വണ്ടിയൊന്നും കയറി വരില്ല. വരും എങ്കിലും ചിലർക്ക് മടിയാണ് അതുവഴി കയറി വരാൻ. അങ്ങനെ പിന്നെ മക്കളെ കൊണ്ട് ബസ് കയറ്റി വിട്ടിട്ട് നമ്മൾ നമ്മുടെ കടയിലോട്ടൊന്ന് കയറി കേട്ടോ. നമുക്കൊരു കടയുണ്ടായിരുന്നു, അതിൻ്റെ കഥ ഒന്ന് പറഞ്ഞുതരാം. എന്നിട്ട് ഇപ്പോൾ പാല ചേർന്ന് വീഴാം. നമുക്കൊരു കടയുണ്ടായിരുന്നു. കട ഇപ്പോൾ പൂട്ടിക്കിടക്കുകയായിരുന്നു. അപ്പം നമ്മൾ വീണ്ടും അത് റീ ഓപ്പൺ ചെയ്യാൻ വേണ്ടി എല്ലാം ഒന്ന് ഒതുക്കി പറഞ്ഞു. ഒരു കുഞ്ഞു കടയാണ് കേട്ടോ, കുഞ്ഞു പലചരക്ക് കടയാണ്. ഞാൻ എന്തായാലും വീട്ടിൽ ഇരിക്കുകയല്ലേ, അപ്പോൾ പിന്നെ ചെറിയ രീതിയിലൊരു കട ഒന്നല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എപ്പോഴൊന്നും കാശാണല്ലോ, ചുമ്മാ വെറുതെ വീട്ടിൽ ഇരിക്കുമല്ലേ എന്നും വെച്ചൊരു കുഞ്ഞ് കട ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പം കട 2 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. പിന്നെ പറ്റിയ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കടബാധ്യതയായിപ്പോയി. എന്ന് വെച്ചാൽ സാധനം മറിച്ചെടുക്കാനുള്ള ക്യാഷില്ലായിരുന്നു. കടം വാങ്ങിച്ചുകൊണ്ട് പോയ മുക്കാൽ ആൾക്കാരും നമുക്ക് പൈസ തരാനുണ്ടായിരുന്നു. ഇപ്പോഴും തരാൻ കിടക്കുകയാണ്. പക്ഷെ കുറേ പേര് തന്നു, അവർക്കൊക്കെ താങ്ക്സ് ഉണ്ട്. മിക്ക ആൾക്കാർ നമ്മൾ പൈസ ചോദിച്ചുടച്ച് നമുക്ക് തന്നു കേട്ടോ. ചിലരൊന്നും ഇതുവരെയായിട്ട് ഇപ്പോഴും തന്നിട്ടില്ല. അത് നല്ല സങ്കടമുണ്ട് കേട്ടോ. നമ്മൾ വിശ്വസിച്ച് അവരെ വിശ്വസിച്ചില്ല നമ്മൾ സാധനം കൊടുത്തേ.
എന്നിട്ട് പൈസ തരാതിരിക്കുമ്പോൾ നല്ല സങ്കടമുണ്ട്. നമ്മുടെ ഈ കട ഇങ്ങനെ പൂട്ടി കിടന്നപ്പോൾ അവർക്കൊരു വിഷമമില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇനി ഈ കട റീഓപ്പൺ ചെയ്താൽ കടം കൊടുക്കത്തില്ല എന്ന് വിചാരിച്ച് തന്നെയാണ്. കൂടിപ്പോയൊരു 100-200 രൂപ ഇന്ന് കടം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്, നാളെ ആ പൈസ തരാതെ സാധനം കൊടുക്കില്ല. ആ ഒരു ഇതിൽ ഞാൻ പോകുമെന്നാണ് ഉറപ്പിച്ച് വരച്ചേക്കുന്നത്. പക്ഷേ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുത്തു, അത് വേറെ സത്യം കേട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഡേറ്റ് കഴിഞ്ഞു, അപ്പോൾ അതൊക്കെ എടുത്ത് കളയുകയാണ്. കുറേ സാധനങ്ങളൊക്കെ കുഴപ്പമില്ല. അതുപോലെ ഈ വർഷമാണെങ്കിൽ ഞാൻ മെയ് മാസമൊക്കെ അങ്ങ് വീട്ടിൽ പോയി 2-3 മാസം കഴിഞ്ഞാണ് തിരിച്ച് വന്നത്. എൻ്റെ ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അത് പ്രസവം നിർത്താനുള്ള ഒരു കുഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് പിന്നെ അതിൻ്റെ റെസ്റ്റൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വീട്ടിലൊക്കെ ആയതുകൊണ്ട് പിന്നെ കട നോക്കാൻ ആരും ഇല്ലായിരുന്നു. അങ്ങനെയും കട പൂട്ടി. പാലുവണ്ടിയൊക്കെ വരുന്നുണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ നിർത്തിച്ചു. പിന്നെ നമ്മുടെ കട നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് ഞാനും ഏട്ടനും കൂടി കടയെല്ലാം ഒന്ന് ഒതുക്കി പറയും. നമുക്ക് ഇനി യൂസ് ചെയ്യാൻ പറ്റുന്നതും യൂസ് ചെയ്യാൻ പറ്റാത്ത സാധനം എല്ലാം സെപ്പറേറ്റാക്കി, പേപ്പറും കവറും പ്ലാസ്റ്റിക്കും എല്ലാം സെപ്പറേറ്റാക്കി വെച്ച്. നമ്മൾ പ്ലാസ്റ്റിക് സെപ്പറേറ്റാക്കി വെക്കുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. പ്ലാസ്റ്റിക് സെപ്പറേറ്റാക്കി വെക്കുന്നത് പ്ലാസ്റ്റിക് എടുക്കാൻ ഹരിതകർമ്മസേനക്കാർ വരും. അപ്പോൾ അവർക്ക് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അല്ലാതെ അവരെ ഇവിടെ വലിച്ചെറിയുന്നത് അതായത് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. 50 രൂപ നമ്മൾ എന്തായാലും കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ പ്ലാസ്റ്റിക്കും കൂടി കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി വേസ്റ്റ് ഉണ്ടായിരുന്നു, പേപ്പറും കവറുമായിട്ട് ഒരുപാട് വേസ്റ്റ് കട ഒതുക്കിയപ്പോൾ ഉണ്ടായിരുന്നു. എല്ലാം സെപ്പറേറ്റാക്കി വെച്ചിട്ട് ആണ് എല്ലാം ചെയ്തത്. കുറേ ടൈം അതിന് വേണ്ടി പോയി കേട്ടോ. അതുപോലെ പൊടിയെല്ലാം അടിച്ചേറിയിട്ടൊരു കോലമായിരുന്നു ഞാനും ഏട്ടനുമൊക്കെ. ഏട്ടൻ പിന്നെ വെളിയിലത്തെ സൈഡിലിരുന്ന പായലൊക്കെ ചുരണ്ടി അതെല്ലാം ഇളകി കളഞ്ഞ്, എന്നിട്ട് കടയെല്ലാം ഞങ്ങൾ ഒതുക്കി തൂത്തുവാരി നല്ല സൂപ്പറാക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഫണ്ട് ഞങ്ങൾക്ക് മറിയുന്നുണ്ട്. അമ്മ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു, നമ്മുടെ ഏട്ടൻ്റെ അമ്മ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ കുറച്ച് ഫണ്ട് വന്നപ്പോൾ കുറച്ച് ഏറ്റവും അത്യാവശ്യപ്പെട്ട കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് വീണ്ടും കച്ചവടം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ നിന്നെങ്കിലും കുറച്ച് ഫണ്ട് കൂടി മറിച്ചിട്ട് എല്ലാ സാധനങ്ങളും എടുക്കാമെന്ന് ഉള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഞങ്ങൾ കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ഇത് റീഓപ്പൺ ചെയ്യുമ്പോൾ, എല്ലാവരുടെയും പ്രാർത്ഥന വേണം. പിന്നെന്താണ്, പലചരക്ക് സാധനങ്ങളാണ് കേട്ടോ. നമ്മുടെ അരി, പഞ്ചസാര, സവാള, കൊച്ചുള്ളി അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ബേക്കറി ഐറ്റംസ് ഉണ്ട്. പിന്നെന്താണ്, ഷാമ്പു അങ്ങനെയുള്ള ഐറ്റംസ് മിക്ക സാധനങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഞങ്ങൾ വീണ്ടും ഇത് റീഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. പിന്നെന്താണ്, എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ. സപ്പോർട്ട് എന്ന് വെച്ചാൽ എന്തായാലും നിങ്ങൾക്കൊന്നും ഇവിടെ ഒന്നും വാങ്ങാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന രീതിയിൽ സപ്പോർട്ട് വേണം. അങ്ങനെ കടയിലെ വേസ്റ്റ് എല്ലാം ഞങ്ങൾ മാറ്റി തൂത്തുവാരി ലോഷനൊക്കെ ഒഴിച്ച് സെറ്റാക്കി കേട്ടോ. അത് കട സൂപ്പറാക്കിയിട്ടുണ്ട്. പിന്നീട് ഞാൻ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ അടുക്കളയിൽ കിച്ചണിൽ ജോലി കിടപ്പുണ്ടായിരുന്നു. അതിന് അടുക്കളയിൽ ഒരുപാട് പാത്രമൊക്കെ കഴുകാൻ കിടപ്പുണ്ടായിരുന്നു. കണ്ട അടുക്കള എല്ലാം അലങ്കോലമായി കിടക്കുമായിരുന്നു. ഞാൻ എന്തായാലും അതെല്ലാം ചെയ്യാമെന്ന് വെച്ചിട്ട് അടുക്കളയിൽ കയറി അടുക്കളയിലെ പാത്രം എല്ലാം കഴുകി ഒതുക്കി അടുക്കളയെല്ലാം നീറ്റാക്കിയിട്ട് ഞാനും ഏട്ടനും കൂടി റെഡിയായി ഇതാ പറഞ്ഞോട് വരെ പോകണം കേട്ടോ. കുറച്ച് ഷീറ്റും ഒട്ടുകറിയൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുക്കണം. കുഞ്ഞൊരു പർച്ചേസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി പോയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞോട് ഷീറ്റ് കടയിൽ വന്ന് ഷീറ്റെല്ലാം തൂക്കി കൊടുത്തുകൊണ്ടിരുന്നപ്പം ദാണ്ട് അപ്പുറത്തെ കടയിൽ ഒരു ചേട്ടൻ പറഞ്ഞ് ഇവിടെ ഒരു കാര്യം കണ്ടത് കേട്ടോ. അപ്പുറത്തെ കടയിലെ ചേട്ടനാണത്. അതായത് നമ്മൾ നിന്ന ഷീറ്റിടാൻ വേണ്ടി ഒരു പാമ്പ് വന്ന് താഴെ വീണ്. അങ്ങനെ അവസാനം ചേട്ടൻ വന്ന പാമ്പിനെ കണ്ടുപിടിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതാണ് ചിക്കൻ കടയിൽ വന്ന് കുറച്ച് ചിക്കനൊക്കെ വാങ്ങാമെന്ന് വെച്ച്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ അല്ലേ, ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ചിക്കൻ കറി വെക്കാമെന്ന് വെച്ച്. അപ്പോൾ കുറച്ച് ചിക്കനൊക്കെ വാങ്ങി ചിക്കന് വേണ്ട സവാള, കൊച്ചുള്ളിയും എല്ലാം വാങ്ങിച്ച് ഞങ്ങളിതാ വീട്ടിലെത്തി. കൂടെ രണ്ട് പപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പപ്സും വാങ്ങിച്ചിട്ട് വന്ന് ഞങ്ങളൊരു സോഡ നാരങ്ങകളും ഇട്ട് കുടിച്ചിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. തൽക്കാലം പിടിച്ച് നിൽക്കാൻ വേണ്ടി ഇതാണ് നല്ലത്. ഞങ്ങൾ സോഡ നാരങ്ങകളും വീട്ടിലിട്ട് കുടിക്കുകയാണ് പതിവ് കേട്ടോ. അതാണ് ലാഭം. ഒരു കണക്ക് നോക്കിയാൽ 40 രൂപയുടെ ഒരു വലിയ കുപ്പി സോഡയും വാങ്ങിച്ച് 10 രൂപയുടെ 3 നാരങ്ങയും വാങ്ങിച്ചാൽ നമുക്ക് എത്ര സോഡ നാരങ്ങളും കുടിക്കാമെന്നറിയാമോ? ഞങ്ങൾ എപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ചിക്കന് വേണ്ടിയുള്ള തുടക്കമായി കേട്ടോ. ചിക്കന് വേണ്ടിയുള്ള കൊച്ചുള്ളി, സവാള എല്ലാം പൊളിച്ചരിഞ്ഞ് ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയാണ് ഞാൻ. കൊച്ചുള്ളി പൊളിക്കാൻ നല്ല പാടായിരുന്നു. നന്നായിട്ട് കണ്ണ് നീറി. എൻ്റെ കുഞ്ഞു കൊച്ചുള്ളിയായിരുന്നു, ഭയങ്കര പാടുമായിരുന്നു അത് പൊളിക്കാൻ. അങ്ങനെ കൊച്ചുള്ളിയൊക്കെ പൊളിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും എല്ലാം കൂടി ഇട്ട് ഒരു കുഞ്ഞു സൂപ്പർ ചിക്കൻ കറി അങ്ങോട്ട് വെച്ച് മരച്ചീനിയും വേവിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ.
എനിക്ക് പിന്നെന്താണ് എന്തോ ഞാൻ ഒന്ന് പറയാൻ വന്ന് മറന്നുപോയി ഗൈസ്. എന്താണ് ഞാൻ പറയാൻ വന്നേ? പിന്നെ എനിക്കിന്ന് ഒത്തിരി മുട്ടായി കിട്ടും കേട്ടോ. ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് എനിക്ക് ഒരുപാട് മുട്ടായാണ് ഇത്തവണ സമ്മാനമായിട്ട് കിട്ടിയത്. അതായത് അപ്പുറത്തെ ചേച്ചി എനിക്കൊരു മുട്ടായി കൊണ്ട് തന്നു. പിന്നെ അമ്മയാണെങ്കിൽ കപ്പലിൻ്റെ മുട്ടായി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ. അമ്മ കപ്പലിൻ്റെ മുട്ടായി 2 കപ്പലിൻ്റെ മുട്ടായി കൊണ്ട് തന്നു. ഏട്ടനാണെങ്കിൽ ഡയറി മിൽക്കിൻ്റെ മുട്ടായി വാങ്ങിച്ചു തന്നു. ഡയറി മിൽക്കിൻ്റെ വൈറ്റ് ചോക്ലേറ്റില്ല, അത് വാങ്ങിച്ചു തന്നു. ചേച്ചി ഡാർക്ക് ചോക്ലേറ്റ് ആയിരുന്നു അപ്പുറത്തെ ചേച്ചി വാങ്ങിച്ചു തന്നു കേട്ടോ. പിന്നെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ 1 രൂപയുടെ മിൽക്കി ബാറിൻ്റെ മുട്ടായില്ലേ, അത് ചേട്ടൻ്റെ മോൻ കേട്ടോ. ഞാൻ എൻ്റെ കുഞ്ഞമ്മയാണേ. അപ്പോൾ അവനാണെങ്കിൽ കുഞ്ഞമ്മയുടെ ബർത്ത്ഡേ ആണോ ഇന്ന് ഞാൻ ഇപ്പം മുട്ടായി വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവൻ പോയി പാവം 3 രൂപയുടെ ഓരോ ഡയറി മിൽക്കിൻ്റെ 1 രൂപയുടെ മുട്ടായില്ലേ, നമ്മുടെ സാധാ മുട്ടായി, അത് വാങ്ങിച്ചിട്ട് തന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ചിക്കനാണെങ്കിൽ അതിൽ നിന്ന് എടുത്തിട്ട് പൊരിക്കാൻ വേണ്ടി മസാല പുരട്ടി വെച്ച് കേട്ടോ. ഇന്ന് പൊരിച്ചില്ല, അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് നാളെ പൊരിച്ച് കൊടുക്കണം എൻ്റെ മക്കൾക്ക്. എന്നിട്ട് ചിക്കൻ കറിയൊക്കെ വെച്ച് കപ്പയൊക്കെ വേവിച്ച് ഞങ്ങൾ കഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ മക്കളെ വിളിക്കാൻ പോയി കേട്ടോ. മക്കളെ വിളിക്കാൻ പോയി. ഏട്ടൻ വന്ന് തേങ്ങ വാങ്ങണമായിരുന്നു. ചിക്കൻ കറിക്ക് തേങ്ങ കുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ തേങ്ങ കുത്തി ഏട്ടന് ഭയങ്കര ഇഷ്ടമായത് തേങ്ങയൊക്കെ വാങ്ങിക്കാൻ ഏട്ടന് വന്നായിരുന്നു. അങ്ങനെ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വന്ന് ഞാൻ പറഞ്ഞില്ലേ മുട്ടായി കിട്ടിയെന്ന്, അതൊക്കെ കഴിച്ച് ചോറൊക്കെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ. ഞങ്ങൾ കൂടുതൽ ഇങ്ങനെ തന്നെ കേട്ടോ, കട്ടിൽ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഒരു പ്ലേറ്റിലാണ് ചോറ് കഴിക്കുന്നത്. ഞാനും ഏട്ടനും മക്കളും കൂടി ഒരു പ്ലേറ്റിൽ കഴിക്കുക. അതൊരു സന്തോഷമല്ലേ. ഞങ്ങളെപ്പോഴും അങ്ങനെയാണ് കഴിക്കുന്നത്. ഏട്ടൻ ഉണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ കഴിക്കുന്നത്, ഇല്ലെങ്കിൽ ഞങ്ങൾ വെളിയിലിരുന്ന് ഞമ്മക്കൊക്കെ വാരിക്കൊട്ടൊക്കെ കഴിക്കുന്നത്. പിന്നെ ഇവിടെ മൈക്ക് സെറ്റും പാട്ടുമൊക്കെയാണ്. അമ്മ ഒരു വാഴ പിഴുതുകൊണ്ട് അവിടെ വെച്ച് ആ മുള വന്ന വാഴയില പിടിച്ച് വെച്ച് മൈക്കാക്കി ഭയങ്കര പാട്ടൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാനും ഏട്ടനും ഇതാ വിതര വരെ പോയി കേക്ക് വാങ്ങണ്ടേ, പറഞ്ഞൂടെ ഇപ്പോൾ അവിടെ കേക്ക് കിട്ടിയില്ല ഉച്ചയ്ക്ക്. അങ്ങനെ ഞാനും ഏട്ടനും കൂടി ഇതാ വിതരയിൽ പോയി കേക്ക് വാങ്ങിച്ചു കേട്ടോ. വൈറ്റ് ഫോറസ്റ്റാണ് വാങ്ങിച്ചത്. ഞങ്ങൾ കൂടുതലും വൈറ്റ് ഫോറസ്റ്റ് തന്നെ വാങ്ങുന്നത്. അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് മുറിച്ച് എല്ലാവരും കൂടി കഴിച്ച് അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനും കഴിഞ്ഞു, ഇന്നത്തെ ദിവസവും കഴിഞ്ഞു. അപ്പോൾ ഹാപ്പി ആയിരുന്നു ഞങ്ങൾ കേട്ടോ. മോനാണ് മെയിൻ കേക്ക് വാങ്ങാൻ താരം ഇന്നത്തെ. രാവിലെ തൊട്ടേ ഇങ്ങനെ അപ്പോഴെപ്പോഴും പറയും അമ്മ ഹാപ്പി ബർത്ത്ഡേ, അമ്മ ഹാപ്പി ബർത്ത്ഡേ, അമ്മ കേക്ക് വാങ്ങുന്നില്ലേ. അവൻ എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇരിപ്പുണ്ട് കേട്ടോ, ഇരുന്ന് ചിരിക്കുകയാണ്. അമ്മ കേക്ക് വാങ്ങുന്നില്ലേ എന്ന് എപ്പോഴും ചോദിച്ചെന്ന് പറഞ്ഞ അവനാണേ. മോള് നിൽക്കുന്നതുകൊണ്ട് വിഷമിച്ച്, മോള് നിൽക്കുന്ന വേറൊന്നുമല്ല, ഉറക്കപ്പിച്ചിലാണ്. ഞങ്ങൾ കേക്ക് വാങ്ങാൻ പോയ സമയം കൊണ്ട് അവൾ കിടന്നുറങ്ങി കേട്ടോ. ഇപ്പോൾ ഒരു ഭൂകമ്പം നടക്കും. ആ കേക്കിലൊരു വൈറ്റ് ചോക്ലേറ്റ് കട്ട ഇരിപ്പുണ്ട്, അതിപ്പം അവിടെ അടിയാവും. അവളതെടുക്കുന്നതിന് മുമ്പേ അവിടെ അപ്പൻ അതെടുത്ത് ഒന്ന് ഒരു സൈഡ് കടിച്ചെന്ന് പറഞ്ഞാൽ അവളവിടെ കിടന്ന് കരച്ചിലും തുടങ്ങി. അതുകൊണ്ട് അവൾക്ക് കിട്ടിയില്ല, ബാക്കി അവനും തിന്നു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും തമ്മിൽ വായിലൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ സൂപ്പറായിട്ട് തന്നു കേട്ടോ. കേക്ക് കുഞ്ഞു കേക്കായതുകൊണ്ട് എങ്ങും കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ വരുന്ന ഡിസംബർ 21 മോളുടെ ബർത്ത്ഡേ കേട്ടോ. അന്നൊരു ഇത്തിരി കൂടി വലിയ കേക്ക് വാങ്ങിച്ച് ചുറ്റുമുള്ള വീട്ടുകളിൽ എല്ലാവർക്കും മുറിച്ച് പീസാക്കി കൊടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ പൈസയുടെ ഇത് വെച്ചിട്ടൊരു കുഞ്ഞു കേക്കാണ് വാങ്ങിച്ചത്. കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷനായിരുന്നു. ഞാൻ പറഞ്ഞ കേക്ക് വേണ്ടെന്ന് മോൻ്റെ നിർബന്ധവും ഏട്ടൻ്റെ നിർബന്ധവും കൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മോള് കരയുമെന്ന്, അവൾ നല്ല കരച്ചിലായി കേട്ടോ. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇന്നത്തെ ദിവസം മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷമുള്ളൊരു ബർത്ത്ഡേ ഡേ ആയിരുന്നു. അവിടുത്തെ അമ്മ, എൻ്റെ അമ്മ എനിക്ക് കേക്ക് വാങ്ങാനുള്ള പൈസയൊക്കെ അയച്ചു തന്നു. ഇവിടെ ഏട്ടൻ്റെ വക ചിക്കനൊക്കെ ആയിരുന്നു. അപ്പം ടാറ്റ ബൈ ബൈ, സീ യു, നാളെ കാണാം.